ബബിൾസും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇത് പൊന്തി വരുന്നതിന് ചില ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് അത് നന്നായി പൊന്തി വരും, ചില സമയത്ത് ഭയങ്കര ലെസ്സായിട്ട് പൊന്തി വരുള്ളൂ. അത് നിങ്ങളുടെ വീട്ടിലത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. പക്ഷെ അത് നോർമലാണ് ഫസ്റ്റ് ദിവസമായ കാരണം. പിന്നെ ചിലപ്പോ ഇതിന് മുകളിൽ ഒരു വെള്ളം പോലെ ഒരു ക്ലിയർ സബ്സ്റ്റൻസ് ഇതിന് മുകളിൽ വരും. അതിന് ഹൂച്ച് എന്നാണ് പറയാം. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അത് നിങ്ങൾക്ക് ഒഴിച്ച് കളയാവുന്നതാണ്. പിന്നെ ഇത് ആ ഹൂച്ചിന്റെ പ്രസൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സോർഡോ സ്റ്റാർട്ടർ ഹംഗ്രി ആണെന്നും പിന്നെ അത് അലൈവ് ആണെന്നും ആണ്. ചിലപ്പോ ഇതിലൊരു പിങ്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ വരും. അത് പ്രശ്നമല്ല, ഞങ്ങളിൽ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഒരേ സമയത്ത് വേണം ഫീഡ് ചെയ്യാൻ. അപ്പൊ അത് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ഈ ഫീഡിങ് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാരിൽ നമ്മൾ ഫീഡിങ് എന്ന് പറയുമ്പോൾ ഫുഡ് കൊടുക്കുക തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഈസ്റ്റ് ലിവിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഫുഡ് കൊടുത്താലാണ് അതിലത്തെ ബാക്ടീരിയ ഒക്കെ വളരുന്നത്. അപ്പൊ അതാണ് ഫീഡിങ്. അപ്പൊ നമുക്ക് ഇനി ഫീഡ് ചെയ്യത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സ്റ്റാർട്ടറിന്റെ വെയിറ്റ് 100 ഗ്രാം ആയിരുന്നു. അതായത് 50 ഗ്രാം വീറ്റ് ഫ്ലോറും 50 ഗ്രാം വാട്ടറും, അതായത് വാം വാട്ടർ. അതുകൊണ്ട് നമ്മൾ ഇത് 100 ഗ്രാം ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് 75 ഗ്രാം നമ്മൾ ഇതിന് മാറ്റും. അപ്പൊ ഈ മാറ്റുന്നതിനാണ് പറയുന്നത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാന്ന്. അപ്പോൾ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് 25 ഉണ്ടാവും. അത് വെച്ചാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 75 ഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം, പക്ഷെ അത് വെച്ച് വലിയ ഉപകാരം വരില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിൽ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് അത് അത്ര യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കളയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് കളയാൻ നിർബന്ധമൊന്നുമില്ല. നമുക്കിത് സത്യം പറഞ്ഞാൽ വേറെ പാത്രത്തിൽ മാറ്റിക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് അവരെ ഹെൽപ്പ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് ആണ് മാറ്റുന്നത്. ഞങ്ങൾ കുറെ ഡിസ്കാർഡ് ഉള്ളതിലേക്ക് ഞങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ വേറെ പാത്രത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വയന തന്നെ ഈ പാത്രത്തിന്റെ വെയിറ്റ് നമുക്ക് നോക്കാം. നമുക്കത് 0യിലേക്ക് ചേഞ്ച് ചെയ്യാം. മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ഞങ്ങളിവിടെ സ്റ്റാർട്ടർ ഞങ്ങൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ വന്നു, നിങ്ങൾക്ക് ജാറ് മാറ്റണം നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ജാറ് നിങ്ങൾ മാറ്റിയില്ലെങ്കിലും മാറ്റിയാലും വലിയ വ്യത്യാസമില്ല. പക്ഷെ മാറ്റാവുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ പാത്രത്തിൽ തന്നെ കുറെ മൈക്രോ ഓർഗാനിസംസ് വളർന്നുണ്ടാവും, ആ ബാക്ടീരിയ ഒക്കെ വളർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൽ മാറ്റാൻ നിർബന്ധമില്ല. ഞങ്ങളിവിടെ മാറ്റി വെച്ച് ഞങ്ങളുടെ അളവ് കൂടും. പിന്നെ വേറെ കാര്യം, ഡിസ്കാർഡ് നിങ്ങൾ കളയണമെന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഡിസ്കാർഡ് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ സോർഡോ സ്റ്റാർട്ടർ വളർന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഫീഡിങ്ങും കൂടും. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഡിസ്കാർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞങ്ങളിവിടെ സ്മോൾ ഒരു അളവായിട്ടാണ് ഞങ്ങൾ തുടങ്ങി വെക്കുന്നത് ഞങ്ങളുടെ സോർഡോ സ്റ്റാർട്ടർ. ഈ ഡിസ്കാർഡ് നമ്മൾ പഴയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 50 ഗ്രാം വാട്ടറും 50 ഗ്രാം വീറ്റ് ഫ്ലോർ ആണ് എടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. നല്ല മിക്സ് ഒക്കെ ആയി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തതും നാളെ ചെയ്യാൻ പോകുന്ന ഫീഡിങ്ങിന്റെ പേരാണ് 1-2-2 ഫീഡിംഗ് എന്നാണ്. അപ്പൊ ഈ ഫീഡ് എന്ന് വെച്ചാൽ 1 പാർട്ട് സോർഡോ സ്റ്റാർട്ടർ എടുത്തു, പിന്നെ 2 പാർട്ട് വീറ്റ് ഫ്ലോറും പിന്നെ 2 പാർട്ട് വാട്ടറും. അതായത് 25 ഗ്രാം സോർഡോ, 50 ഗ്രാം വീറ്റ് ഫ്ലോർ, 50 ഗ്രാം ലൂക്കോം വാട്ടർ. അപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ നമുക്ക് വെറുതെ ഒന്ന് മൂടി വെക്കാം, അല്ലാണ്ട് എയർ ടൈറ്റ് ആയിട്ട് അടിച്ചു വെക്കരുത്. നമുക്ക് ചൂടുള്ള സ്ഥലത്ത് വെക്കാം. ഞങ്ങളുടെ ഓവനിലാണ് വെക്കുന്നത്. നമുക്ക് നാളെ കാണാം. ബൈ.